ഒരുപാട് വിയോജിപ്പുകൾ പറഞ്ഞു, ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇനി ഇവിടെ ഇത് എങ്ങനെ പരിഹരിക്കും, ആരിത് ചർച്ച നടത്തും, ആരിതിൽ മാറ്റം വരുത്തും എന്നുള്ളതാണ് അഖിൽ വിശ്വസിക്കുന്നത്. അഖിലിന്റെ വിശ്വാസം പറയൂ, ജനങ്ങൾ കൂടി അത് വിശ്വസിക്കട്ടെ. തൊഴിലാളി ഉയർത്തുന്ന ചട്ടം അത് വളരെ വ്യക്തമായി തന്നെ എതിർക്കപ്പെട്ടതാണ്. ആര് കേട്ടു, ആര് ചർച്ച ചെയ്തു, സർക്കാർ അതിനെ എങ്ങനെ അഡ്രസ് ചെയ്തു എന്നുള്ളത് കൂടി ബിജെപിയുടെ മാത്രമാണോ? 8 മണിക്കൂറിലധികം ജോലി സമയം വർദ്ധിപ്പിക്കാവുന്ന പഴുതുകൾ അതിനെ എങ്ങനെ അഡ്രസ് ചെയ്തു എന്നുള്ളത് പറയട്ടെ. ഇത് കാലാനുസൃതമായി മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങളാണെന്ന് ഇന്ത്യൻ മഹാരാജ്യത്തുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളിൽ ഈ കാലഘട്ടത്തിലെ മാറ്റമാണ് ഈ വേജ് കോഡ് വന്നത്. അങ്ങനെ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ആ മാറ്റത്തിന് ഒരു പ്രശ്നമില്ല. അങ്ങനെ മാറാതിരിക്കാൻ ഇത് ഇരുമ്പോലൊക്കെയൊന്നുമല്ല. അങ്ങനെ മാറ്റം ഉണ്ടാകണമെന്ന് അച്ഛനത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി മോഹനകുമാർ സാർ, ഞാൻ ഒരു കാര്യം കൂടി അച്ഛത ഒരു കാര്യം കൂടി മോഹനകുമാർ സാർ പറഞ്ഞല്ലോ, നിർബന്ധിതമായി സ്ത്രീകൾ ജോലി ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെ ഒരു നിയമത്തിലും പറയുന്നില്ല. ഏകപക്ഷീയമായി ഒരു നിയമം അങ്ങ് കൊണ്ടുവരികയാണ്. അതിനുശേഷം ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും BMS അടക്കം ഒരുപാട് വിയോജിപ്പുകൾ പറഞ്ഞു, ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇനി ഇവിടെ ഇത് എങ്ങനെ പരിഹരിക്കും, ആരിത് ചർച്ച നടത്തും, ആരിതിൽ മാറ്റം വരുത്തും എന്നുള്ളതാണ് അഖിൽ വിശ്വസിക്കുന്നത്. അഖിലിന്റെ വിശ്വാസം പറയൂ, ജനങ്ങൾ കൂടി അത് വിശ്വസിക്കട്ടെ. അല്ല, ഞാൻ എന്റെ വിശ്വാസമല്ല, ഞാൻ എന്റെ ബോധ്യമാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്, ഇത് കോഡ് അവതരിക്കപ്പെട്ടതാണുള്ളത്. ഇനി ഇത് പാർലമെന്റിലേക്ക് വരില്ലേ? ഇനി പാർലമെന്റ് കൂടാൻ പോകുന്നതല്ലേ? അപ്പോൾ പാർലമെന്റിൽ ഇവിടെ നിന്നും കുറെ MP-മാർ പോയിട്ടില്ലേ? നിങ്ങളുടെ MP-മാരും പോയിട്ടില്ലേ? ഇടതുപക്ഷ MP-മാർ പുതിയ തൊഴിൽ നിയമങ്ങൾ തൊഴിൽ സുരക്ഷയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങളുടെ രാജ്യസഭാ അംഗങ്ങൾ വരെ ഉണ്ടെന്ന്. അവരൊന്ന് പോയി പാർലമെന്റിനകത്ത് പറയട്ടെ, ഇവർക്ക് എന്താ ജോലി എന്ന്. പാർലമെന്റിൽ പോയി ഇവർക്ക് എന്താ ജോലി? പാർലമെന്റിൽ നിയമ നിർമ്മാണ സഭയാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ആ നിയമനിർമ്മാണ സഭയിൽ അവർ പോയി ഇത് അവതരിപ്പിക്കട്ടെന്ന്. അവതരിപ്പിച്ച് ആ നിയമത്തിൽ എന്തെങ്കിലും ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ നിയമത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ അത് പരിഹരിക്കപ്പെടണമെന്ന്. അങ്ങനെ ഒന്നും ഞാൻ പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യ സർക്കാർ, ഭാരത സർക്കാർ, ഭാരതത്തിൽ നേതൃത്വം നൽകുന്ന BJP സർക്കാർ ഒരു ജനതയ്ക്കും ഇന്ത്യ മഹാരാജ്യത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീരം വരെയുള്ള ഒരാൾക്കും ഒരു ദോഷവും വരുന്ന ഒരു കാര്യവും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയോ ഭരണമോ അല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞല്ലോ BMS-ന് എതിർപ്പുണ്ടായിരുന്നു എന്ന്. തൊഴിലാളി സംഘടനകളുടെ ചർച്ച വിളിക്കുന്ന സമയത്ത് BMS-ന് അടക്കം എതിർപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ എതിർപ്പിനെ സ്വീകരിച്ചതുകൊണ്ടാണ് ആ എതിർപ്പുകളെ മറികടക്കാൻ, ആ എതിർപ്പുകളെ പരിഹരിക്കാൻ, ആ എതിർപ്പുകളിൽ നിന്നും മറികടക്കാൻ, പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ, പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ തയ്യാറായി ചേർത്ത് വെച്ച് പുതിയ കോഡ് വരുന്നത്. അതെന്താ മനസ്സിലാക്കാത്തത്? നിങ്ങൾ ആവർത്തിച്ച് ഒരു നിങ്ങൾ കള്ളമാണ് പറയുന്നതെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇത് ഇങ്ങനെയാണ് പ്രശ്നം. ഞാൻ ആവർത്തിച്ച്, നിങ്ങൾ പറഞ്ഞല്ലോ, മോഹൻകുമാർ സാർ അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. ഞാൻ ആവർത്തിച്ച് അത് തന്നെയാണ് പറഞ്ഞത്. ഈ രാജ്യത്ത് തൊഴിലാളികൾക്കൊരു സുരക്ഷയുണ്ടാകണം. ആ സുരക്ഷ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് BJP. ആ സുരക്ഷ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ കോഡിൽ പറയുന്നത്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ആ കോഡ് വായിച്ചു കേൾപ്പിച്ചപ്പോൾ അതല്ലേ അസിത പറഞ്ഞത്. ഞാൻ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? അങ്ങനെ തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അഖിൽ, പാർലമെന്റിൽ ചർച്ചകൾ നടന്നിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ഒന്നും, കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഒരു വിഷയത്തിലും പാർലമെന്റിൽ എന്തെങ്കിലും ചർച്ച നടന്നുകൊണ്ട് മാറ്റം വരുമെന്ന് ഈ രാജ്യം പ്രതീക്ഷിക്കുന്നതുമില്ല. അതുകൊണ്ട് പാർലമെന്റിലെ ചർച്ചകൾ അവിടെ നിൽക്കട്ടെ അഖിൽ. അപ്പോൾ അഖിൽ പറയുന്നു ഇനിയും ചർച്ചകൾ നടത്തും, മാറ്റങ്ങൾ വരുത്തും. ഈ മാറ്റങ്ങളാണ് BMS അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതൊന്നും നടന്നിട്ടില്ല എന്നത് മാത്രമല്ല, ആ നിയമം അത് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഇത്ര ധൃതി പിടിച്ചുള്ള ഒരു പ്രഖ്യാപനം അഖിൽ? ഇതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ട് പോരായിരുന്നോ? എന്റെ കാതലായ ചോദ്യം. അഖിൽ ആവർത്തിക്കുന്നു ഇത് തൊഴിലാളികൾക്ക് അനുകൂലമാണ് എന്നുള്ളത്. 100 തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം അടച്ചുപൂട്ടാമെന്ന വ്യവസ്ഥയിൽ നിന്നും ഒരു പ്രശ്നവുമില്ല. അതായത് 300 ആക്കി ഒറ്റയടിക്ക് ഉയർത്തുകയാണ്. മാത്രമല്ല കരാർ നിയമനങ്ങൾ, അതൊരു ചെറിയ കാര്യമല്ല അഖിൽ. ചെറിയ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുന്നതുമല്ല. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അഖിൽ? വളരെ ഗുരുതരമായ പ്രശ്നം. മുതലാളിമാർക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റിന് ഈ 300 പോലും നോക്കൂ, പല സ്ഥാപനങ്ങളിലും 300 തൊഴിലാളികൾ, പെർമനന്റ് സ്റ്റാഫുകളുടെ എണ്ണം വളരെ ഗണ്യമായി വെട്ടിക്കുറയ്ക്കപ്പെടുകയാണ്. മറ്റൊരു ക്ലോസ് ആണ് ഇതിലെ. എന്താണ്? അടിസ്ഥാന വേതനം, അത് അലവൻസുകളുടെ 50% ആനുപാതികമായി വർദ്ധിപ്പിക്കണം. കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്, അപ്പോൾ അടിസ്ഥാന ശമ്പളവും അങ്ങ് വർദ്ധിക്കുമല്ലോ എന്ന് നമുക്കങ്ങ് തോന്നുകയാണ്. പക്ഷേ CTC-യിൽ ഒരു മാറ്റവും വരുത്താതെയാണ് അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് BJP സംസാരിക്കുന്നത് എന്നുള്ളതാണ് അഖിൽ അവിടുത്തെ പ്രശ്നം. അപ്പോഴും പ്രശ്നം എന്താണ്? പെർമനന്റ് സ്റ്റാഫുകളെ നിയമിക്കണോ എന്നുള്ളത് ആരാണ് തീരുമാനിക്കേണ്ടത്? മാനേജ്മെന്റ് ആണ്. അപ്പോൾ കരാർ തൊഴിലാളികളായാൽ
ഇവർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ വല്ലതും ഉണ്ടോ? അവിടെയാണ് പ്രശ്നം. ഇനി ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കാൻ അങ്ങയ്ക്കും ബാധ്യതയുണ്ട്. അങ്ങ് ഞാൻ പറയുന്ന ഉത്തരം കൂടി അങ്ങ് കേൾക്കണം. അങ്ങ് വിശാലമായ എസ്എ ചോദ്യത്തിന് ഒരു 2 മാർക്കിൽ ഉത്തരം എഴുതാനെങ്കിലും എന്നെ അനുവദിക്കണം. അങ്ങയുടെ ചോദ്യത്തിന് ശമ്പള വേതനം ഉണ്ടാകുന്നതിൽ താൽക്കാലിക നിയമനങ്ങൾ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരുടെ ഇതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറയുന്നു. ഞാൻ അങ്ങയുടെ എൻ്റെ എളിമമായ ഒരു ചോദ്യം അങ്ങയോട് ചോദിക്കുന്നത്, അങ്ങ് കൈരളിയിലേക്ക് ജോലിക്ക് വരുന്നു. ആദ്യമായി വരുമ്പോൾ സബ് എഡിറ്റർ ട്രെയിനി എന്ന തസ്തികയിലായിരിക്കും അങ്ങ് ജോലിക്ക് ഉണ്ടാവുക. ആ ജോലിക്ക് വരുന്ന സമയത്ത് അങ്ങയുടെ CTCയും അങ്ങയുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളവും ഒരുപോലെ ആയിരിക്കുമോ? അല്ലല്ലോ. 2, അങ്ങ് അവിടെ നിന്നും സബ് എഡിറ്റർ ട്രെയിനിൽ നിന്നും സബ് എഡിറ്റർ തസ്തികയിലേക്ക് ഉയരുന്നു. അപ്പോഴുള്ള CTCയും കയ്യിൽ കിട്ടുന്ന ശമ്പളവും ഒരുപോലെ ആയിരിക്കുമോ? അതിൽ നിന്ന് പറയട്ടെ അസിത, പറയട്ടെ. നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ കള്ളം പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കരുത്. ഞാൻ തൊഴിലാളിയായി അസിത കൈരളിയിലെ ജീവനക്കാരിയാണ്. അങ്ങ് ജീവനക്കാരി എന്ന നിലയിൽ അങ്ങ് തൊഴിലാളി പക്ഷത്തെ വിഷയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അങ്ങ് തൊഴിലാളിയാണ്. ഇപ്പോൾ അങ്ങ് തൊഴിലാളിയാണ്. അങ്ങ് കൈരളിയിലെ തൊഴിലാളിയാണ്. അങ്ങ് കൈരളിയിലെ തൊഴിലാളിയാണ്. അപ്പോൾ അങ്ങയുടെ വേതനത്തിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് തൊഴിലാളിയാണ്. ഞാൻ പറയട്ടെ, 15 മിനിറ്റ് എടുത്ത് എന്നോട് ചോദ്യം ചോദിച്ചു.